എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയുന്നത് ആദിശങ്കരാചാര്യർ രചിച്ച ശിവമാനസ പൂജയെക്കുറിച്ചാണ്. ശിവമാനസ പൂജ എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. ഒരു ശ്രീകോവിലിൽ പ്രധാനപ്പെട്ട ആചാര്യൻ എന്തെല്ലാമാണോ ഭഗവാന് വേണ്ടി ചെയ്യുന്നത്, നേദ്യങ്ങൾ ചെയ്യാം, അഭിഷേകങ്ങൾ ചെയ്യാം, ധൂപദീപ ആരാധനകൾ ചെയ്യുന്നു. ഇതെല്ലാം മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഭഗവാന് വേണ്ടി അർപ്പിക്കുന്നതിനെയാണ് മാനസ പൂജ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാനോട് അത്രമേൽ അടുത്ത് എന്തൊക്കെയാണോ ബാഹ്യമായി നമ്മൾ നൽകുന്നത് അവയെല്ലാം നമ്മൾ ആന്തരികമായി സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് അർപ്പിക്കുന്നു എന്നതാണ് ഈ മാനസ പൂജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ആ ശിവമാനസ പൂജയുടെ 4 ശ്ലോകങ്ങളുണ്ട്. പിന്നെ അപരാധ ക്ഷമാപണ സ്തോത്രം ഉൾപ്പെടെയുള്ള 4 ശ്ലോകങ്ങളുണ്ട്. ആ 4 ശ്ലോകങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ്: രത്നൈ കൽപ്പിതമാസനം ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം നാനാരത്ന വിഭൂഷിതം മൃഗമദാമോദാങ്കിതം ചന്ദനം ജാതി ചെമ്പക ബില്വപത്ര രജതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനി ഉപദേ ഹൃത്കൽപ്പിതം ഗൃഹ്യതാം. ഇനി ഇതിൻ്റെ അർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലയോ ദയാനിധി പശുപതേ ദേവ, അതായത് ദയാനിധി എന്ന്, അതുപോലെ പശുപതേ, അതുപോലെ ദേവ എന്നൊക്കെ പറയുന്നത് ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സംബോധന ചെയ്യുന്ന പദങ്ങളാണതെല്ലാം. രത്നനിർമ്മിതമായ സിംഹാസനം, രത്നൈ കൽപ്പിതമാസനം, അതുപോലെ തന്നെ ഹിമജലൈ സ്നാനം, നല്ല തണുത്ത വെള്ളത്തിലുള്ള സ്നാനം, വളരെ മനോഹരമായ രത്നങ്ങളൊക്കെ പതിച്ച ദിവ്യ വസ്ത്രം, അതുപോലെ കസ്തൂരി, ചന്ദനം തുടങ്ങിയ സുഗന്ധലേപനങ്ങൾ, പിച്ചി, ചെമ്പകം, കൂവളം എന്നിവ ഉപയോഗിച്ചുള്ള പുഷ്പാഞ്ജലി, ധൂപദീപ സമർപ്പണം, ഇതെല്ലാം ഞാൻ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഞാൻ അവിടത്തേക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഈ പൂജ ഉപഹാരങ്ങളെല്ലാം അവിടുന്ന് സ്വീകരിച്ചാലും എന്നതാണ് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. സൗവർണേ നവരത്നഖണ്ഡരചിതേ പാത്രേ കൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോധതിയുധം രംഭാഫലം പാനകം ശാകാനാമയുധം ജലം രുചികരം കർപ്പൂരഖണ്ഡോജ്വലം താംബൂലം മനസാ മയാ വിരചിതം ഭക്ത്യാ പ്രഭോ സ്വീകുരു. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. ഇനി നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. നവരത്നങ്ങൾ പതിച്ച സ്വർണ്ണപാത്രം, സൗവർണേ നവരത്നഖണ്ഡരചിതേ പാത്രേ ഘൃതം പായസം, അതിൽ നെയ്യ്, പായസം, അതുപോലെ തന്നെ തൈര്, പാല് ഇവയെല്ലാം ചേർന്ന 5 വിധത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും, പഴം, പാനകരസം, പാനകം എന്ന് പറയുന്നത് കുറച്ച് ഔഷധങ്ങളൊക്കെ ചേർത്ത്, ഏലക്ക, ചുക്ക്, ഗ്രാമ്പൂ തുടങ്ങിയ കുറച്ച് ഔഷധങ്ങളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു വളരെ രുചികരമായ ഒരു നിവേദ്യമാണ് പാനകം. അത് ആരോഗ്യത്തിന് കൂടെ വളരെ നല്ലതാണ്, നമ്മൾക്കെല്ലാവർക്കും സേവിക്കാനും നല്ലതാണ്. നരസിംഹസ്വാമി ക്ഷേത്രത്തിലൊക്കെ പ്രധാന വഴിപാടാണ് ഈ പാനകം എന്ന് പറയുന്നത്. അങ്ങനെ പാനകവും അസംഖ്യം രുചികരമായ ഫലങ്ങളും ജലവും കർപ്പൂര ദീപത്തോടു കൂടി താംബൂലവും എല്ലാം ഞാൻ അവിടത്തേക്ക് എൻ്റെ മനസ്സിൽ നിർമ്മിതമായി കൊണ്ട് സമർപ്പിക്കുന്നു. ഞാൻ ഇതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അങ്ങയുടെ പാദത്തിലേക്ക് ഇതെല്ലാം ഞാൻ വയ്ക്കുകയാണ്. അവിടുന്ന് ഇതെല്ലാം ദയവായി കൈക്കൊണ്ടാലും എന്നാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇത് എന്തൊക്കെയാണോ ശ്രീകോവിലിൽ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു എന്ന് മാത്രം കരുതുക. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഛത്രം ചാമരയോർയുഗം വ്യജനകം ചാദർശകം നിർമ്മലം വീണാഭേരി മൃദംഗ കാഹളകളാഗീതം ച നൃത്യം തഥാ സാഷ്ടാംഗ പ്രണതിഹി സ്തുതിർ ബഹുവിധ ഹേത്യത് സമസ്തം മയാ സങ്കൽപ്പേന സമർപ്പിതം തവ വിഭോ പൂജാം ഗൃഹാണാം പ്രഭോ. അതിൻ്റെ അർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഛത്രം എന്നാൽ കുട, ചാമരയോർയുഗം 2 വെൺചാമരം, വ്യജനകം ചാദർശകം നിർമ്മലം, അതുപോലെ തന്നെ വിശറി നിർമ്മലമായ കണ്ണാടി, വീണാഭേരി മൃദംഗം, അതായത് വീണാഭേരി എന്ന് പറയുമ്പോൾ വീണ, മൃദംഗം, കുഴൽ എന്നിവയെല്ലാം കൂടി ചേർന്നൊരു സംഗീതം,
അതുപോലെയുള്ള നൃത്തം, നാനാവിധത്തിലുള്ള സ്തോത്രങ്ങൾ, സ്തുതികൾ, സാഷ്ടാംഗ നമസ്കാരം ഇതെല്ലാം ഞാൻ അവിടത്തേക്ക് സങ്കല്പമായി സമർപ്പിക്കുകയാണ്. ആ സങ്കല്പത്തിൽ ഞാൻ അവിടത്തേക്ക് ചെയ്യുന്ന പൂജ ദയവായി അവിടുന്ന് സ്വീകരിച്ചാലും. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതെല്ലാം നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അത് കുറച്ചുകൂടെ വിശേഷപ്പെട്ടൊരു ശ്ലോകമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു അതെല്ലാം അവിടത്തേക്കുള്ള ആരാധനയാണെന്ന് നമ്മൾ ഭഗവാനോട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു വളരെ മഹത്തരമായൊരു ശ്ലോകമാണിത്. ആ ശ്ലോകത്തിൻ്റെ വരികളിലേക്ക് നമുക്ക് പോകാം. ആത്മാത്വം ഗിരിജാമതിഹി സഹചരാ പ്രാണ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതി സഞ്ചാര പദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരൗ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഈ വരികളുടെ അർത്ഥം നോക്കുകയാണെങ്കിൽ, അല്ലയോ ഭഗവാനെ ശംഭോ, അങ്ങ് എൻ്റെ ആത്മാവാണ്, പാർവതീദേവി എൻ്റെ ബുദ്ധിയാണ്. ഗിരിജാമതി, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥം. ഗിരിജാമതി സഹചര, എൻ്റെ പ്രാണൻ, ആ പ്രാണവായു എൻ്റെ സഹചരരാണ്. പ്രാണ ശരീരം ഗൃഹം, എൻ്റെ ശരീരം അവിടത്തേക്കുള്ള മന്ദിരമാണ്. വിഷയസുഖങ്ങളെല്ലാം, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖദുഃഖങ്ങളും അവിടത്തേക്കുള്ള പൂജയാണ്. വിഷയോപഭോഗരചന, പൂജാതേ വിഷയോപഭോഗരചന നിദ്രാസമാധിസ്ഥിതി, നിദ്ര എൻ്റെ സമാധിയാണ്. ഞാൻ ഓരോ പദം വെച്ച് നടക്കുന്ന ആ ഒരു സഞ്ചാരം എൻ്റെ അവിടത്തേക്കുള്ള എൻ്റെ പ്രദക്ഷിണ കർമ്മമാണ്. വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് എന്തൊക്കെയാണോ വീഴുന്നത് ആ വാക്കുകളെല്ലാം അവിടുത്തെ സ്തോത്രങ്ങളാകുന്നു. എന്ന് വേണ്ട, എന്തെല്ലാം കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നുവോ അതെല്ലാം ഭഗവാനെ അവിടത്തേക്കുള്ള ആരാധനയാണ്. യദ്യത് കർമ്മ കരോമി, എന്തെല്ലാം കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നു, തത് അതഖിലം, അതെല്ലാം ശംഭോ തവാരാധനം, അവിടത്തേക്കുള്ള ആരാധനയാണെന്ന് മനസ്സിലാക്കി എൻ്റെ ഈ പൂജ, ഞാൻ സങ്കല്പിച്ച് ചെയ്യുന്ന ഈ പൂജ അവിടുന്ന് സ്വീകരിച്ചാലും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷമാപണ സ്തോത്രമാണ്. കാരണം നമ്മളാരും പൂർണ്ണരല്ല, നമുക്ക് മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഒന്നും അറിയില്ല. നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പൂജയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അടുത്ത ഒരു പ്രാർത്ഥനയാണ് ഇതിൽ അവസാനമായി പറയുന്ന അപരാധ ക്ഷമാപണ സ്തോത്രം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുന്നു. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. കൈകാലുകൾ കൊണ്ട് ചെയ്യപ്പെട്ടതോ, വാക്ക്, ദേഹം, പ്രവൃത്തി എന്നിവ കൊണ്ട് സംഭവിച്ചു പോയതോ, എൻ്റെ ചെവിയോ കണ്ണോ മനസ്സോ കൊണ്ട് ചെയ്തു പോയതോ, ചെയ്തതും ചെയ്യാത്തതും ചെയ്യരുതാത്തതുമായതും സംഭവിച്ചു പോയതുമായ എൻ്റെ എന്തെങ്കിലുമൊക്കെ അപരാധങ്ങൾ എനിക്കുണ്ടെങ്കിൽ കരുണാനിധിയായ പരമേശ്വര അവിടുന്ന് അതെല്ലാം പുറത്ത് മംഗളപ്രദനായ ഭഗവാനെ അവിടുന്ന് എൻ്റെ തെറ്റുകളെല്ലാം പുറത്ത് എൻ്റെ ഈ ഒരു പ്രാർത്ഥന സ്വീകരിച്ചാലും. ഇതാണ് ശിവമാനസ പൂജ എന്ന് പറയുന്നത്. നമുക്ക് ചൊല്ലി പഠിക്കാം, മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.